നമസ്കാരം. നമ്മൾ പലതരത്തിലുള്ള സൂര്യ നമസ്കാരങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടുകുത്തി നിന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സൂര്യ നമസ്കാരമാണ്. അപ്പോൾ നമ്മളിതുപോലെ മുട്ടൊന്ന് മടക്കി കാലിൻ്റെ പത്തിയിലേക്ക് ഇരിക്കുന്നു. അതായത് നമ്മുടെ ഹാഫ് ഡയമണ്ട് പോസ്റ്ററിൽ അർദ്ധ വജ്രാസനം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്ററിലേക്ക് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് ടു നീ ഒറ്റ ലൈനായിരിക്കണേ. മുട്ടുകൾ ഒത്തിരി ചേർത്ത് വയ്ക്കരുത്. കൈപ്പത്തികൾ നെഞ്ചിന് മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുക്കുന്നതിനോടൊപ്പം നമ്മൾ പതിയെ ഇതുപോലെ നിവരും. ആ നിവരുന്നതിനോടൊപ്പം തന്നെ കാലിൻ്റെ പത്തികൾ ഒരല്പം ഒന്ന് അകറ്റണം. അതായത് നമ്മുടെ ഈ ഒരു നീ ജോയിൻറ്റ് ടു ആംഗിൾ ഒറ്റ ലൈനിൽ വരണം. അപ്പോൾ കാൽപ്പത്തികളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഇരിക്കുന്നു. ശ്വാസം എടുത്ത് ഇതുപോലെ കാൽപ്പത്തികൾ അകറ്റി കൈകൾ ഉയർത്തി നമ്മുടെ ലോവർ ബാക്ക് മാക്സിമം പുഷ് ചെയ്തു. ദെൻ ശ്വാസം വിട്ട് മുന്നിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നേരെ ചൈൽഡ് പൊസിഷനിലേക്ക് വരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. നമ്മളിതുപോലെ ഇരിക്കുന്നു. കൈപ്പത്തിൽ നെഞ്ചിന് മധ്യത്തിലേക്ക് ശ്വാസം എടുത്ത് നിവർന്ന് മലർന്ന് ശ്വാസം വിട്ട് ചൈൽഡ് പൊസിഷനിലേക്ക് വരുന്നു. ഇനി ഇവിടുന്ന് നമ്മളുടെ ഫോർ ഹാൻഡ് പൊസിഷൻ, ക്യാറ്റ് ആൻഡ് കൗവിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് വരിക. ഓക്കെ, ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി, ശ്വാസം വിട്ട് നടു ഉയർത്തുന്നു, തല താഴ്ത്തുന്നു. വീണ്ടും ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തിയിട്ട് നമ്മുടെ ബോഡി ഒരല്പം മുന്നിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് നെഞ്ചും താടിയും തറയും മുട്ടിക്കുക. അതായത് നമ്മുടെ അഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ. ഇനി ഇവിടുന്ന് നമ്മൾ ശ്വാസം എടുത്ത് മുന്നിലേക്ക് ബോഡി കയറുമ്പോഴത്തേക്കും കൈപ്പത്തി ഒരല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കൈപ്പത്തി ഒരല്പം മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ദെൻ നിവർ, ഇതുപോലെ നിവർ. ഷോൾഡർ ഇതുപോലെ പിടിക്കരുത്, മാക്സിമം താഴ്ത്തി പിടിക്കുക. ശ്വാസം എടുത്ത് നോട്ട് നേരെ മുകളിലേക്ക്. ഓക്കെ, ദെൻ കാലിൻ്റെ ടോസ് ഒന്ന് തറയിൽ പതിച്ചു. ശ്വാസം വിട്ടുകൊണ്ട് ബട്ടക്സ് ഉയർത്തി നോട്ടം കാലിൻ്റെ വിരലുകളിലേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ താഴേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ട് നമ്മളുടെ ചൈൽഡ് പൊസിഷനിലേക്ക് വീണ്ടും വരിക. നെറ്റ് തറയിലേക്ക് മുട്ടിക്കുക. ഇവിടെ നേരെ ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി നമ്മുടെ ലോവർ ബാക്ക് മാക്സിമം പുഷ് ചെയ്ത് മലർന്ന് ശ്വാസം വിട്ട് കൈപ്പത്തികൾ നെഞ്ചിന് മധ്യത്തിലേക്ക്, അതോടൊപ്പം തന്നെ കാൽപ്പത്തിൽ ചേർത്ത് വെച്ച് ഇരിക്കുക. ഞാൻ ഒന്നുകൂടെ ചെയ്യണേ, ഒന്ന് ശ്രദ്ധിച്ചോളണേ. കൈപ്പത്തികൾ നെഞ്ചിന് മധ്യത്തിലേക്ക് ശ്വാസം എടുത്ത് മലർന്ന് ശ്വാസം വിട്ട് ചൈൽഡ് പൊസിഷനിലേക്ക് വരിക. ദെൻ നമ്മുടെ ഫോർ ഹാൻഡ് പൊസിഷനിലേക്ക് വരുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് അഷ്ടാംഗ നമസ്കാരം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമ്മുടെ മൗണ്ടെയിൻ പോസ്റ്റർ, പർവ്വതാസനത്തിലേക്ക് വരിക. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് രണ്ട് കാലിലും മുട്ടും തറയിൽ പതിക്കുന്നു. ശ്വാസം എടുത്ത് തല ഉയർത്തി നടുവ് താഴ്ത്തി ശ്വാസം വിട്ട് ചൈൽഡ് പൊസിഷനിലേക്ക് വരിക. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി മലർ ശ്വാസം വിട്ട് പതിയെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൂര്യ നമസ്കാരമാണ്. അതായത് ഞാൻ പഠിച്ചൊരു ഒരു നോർത്ത് ഇന്ത്യൻ യോഗ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചൊരു യോഗ ടീച്ചറെ. ഇദ്ദേഹം ഉത്തരാഖണ്ഡിൽ നിന്നുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ഇത് നമ്മുടെ ഹഠയോഗയിൽ ഒന്നാമത്തെ സൂര്യ നമസ്കാരമാണെന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ ഒരു സൂര്യ നമസ്കാരം കൊണ്ടാണ് നമ്മൾ സൂര്യ നമസ്കാരങ്ങൾ തുടങ്ങുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഹഠയോഗയിൽ 12 സൂര്യ നമസ്കാരങ്ങളുണ്ട്. ആ 12 സൂര്യ നമസ്കാരങ്ങൾ 12 തവണ ചെയ്യുമ്പോഴാണ് അതൊരു ഫുൾ സൺ സലുട്ടേഷൻ ഫ്ലോ, അല്ലെങ്കിൽ പൂർണ്ണ സൂര്യ നമസ്കാരം എന്നൊരു നിലയിലേക്ക് വരുന്നതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ ഒരു യോഗ ടീച്ചറിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരാരും അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ പുറയിലേക്കൊക്കെ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി പുഷ് ചെയ്യേണ്ട. ആദ്യമായിട്ട് ചെയ്യുന്നവർ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.